ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 16th ചാപ്റ്റർ, 16ാമത്തെ ചാപ്റ്റർ, സിറ്റിസൺഷിപ്പ്, പൗരത്വം. എന്താണ് പൗരത്വം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതും പരിചയമുള്ളവർ വാക്ക് തന്നെയാണ് അല്ലേ. സിറ്റിസൺഷിപ്പ് എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് നോക്കാം. സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഓഫ് ദി സിറ്റിസൺസ് in a particular political community. It is a relationship of an individual with the state. It is really a status given by law to the members of a state. The state gives its members a collective existence or identity. It is also gives certain rights also to the citizens. That is how the relationship between an individual and the state is formed. We become Indians or Japanese or Germans depending on the state to which we belong. Citizens expect certain rights from their states. They expect that state will help and protect them wherever they go. In order to understand the importance of becoming a citizen of a state, it is necessary that we should think of the condition of thousands of people who live as refugees without becoming the citizen of any state. Since no state is willing to give them membership, they are forced to wander as refugees or illegal migrants. Such people are not given any right of any state, so they live in a precarious condition. Their aim is to get membership in a state of their choice. They are willing to struggle for it. The Palestine refugees are example of this. It is really mentioned that the state gives its citizens certain rights. These rights may be different in different states depending on its nature. Most of the democratic states give its citizens political rights like right to vote and right to criticize the government. It also guarantees the enjoyment of certain civil rights like right to freedom of expression and right to freedom of religion. Equality of rights and status is one of the basic rights of citizenship. പൗരത്വം. എന്താണ് പൗരത്വം? ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വം എന്നാണ് പൗരത്വം നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ സമൂഹത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഒരു വ്യക്തിക്ക് തൻ്റെ രാഷ്ട്രവുമായുള്ള ബന്ധമാണ് പൗരത്വം. നിയമം നൽകുന്ന ഒരു പദവിയാണ് അത്. രാഷ്ട്രം അതിൻ്റെ അംഗങ്ങൾക്ക് കൂട്ടായ ഒരു രാഷ്ട്രീയ അസ്തിത്വം അഥവാ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നു. കൂടാതെ ചില അവകാശങ്ങളും നൽകുന്നു. അങ്ങനെയാണ് ഒരു വ്യക്തിക്ക് തൻ്റെ രാഷ്ട്രവുമായുള്ള ബന്ധം രൂപീകരിക്കപ്പെടുന്നത്. ഏത് രാഷ്ട്രത്തിലാണോ നാം ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് നാം ഭാരതീയരോ ജപ്പാൻകാരോ ജർമ്മൻകാരോ ആയി തീരുന്നു. പൗരന്മാർക്ക് അവരുടെ രാഷ്ട്രങ്ങളിൽ നിന്ന് ചില അവകാശങ്ങൾ പ്രതീക്ഷിക്കുന്നു. എവിടെ പോയാലും രാഷ്ട്രം നമ്മെ സഹായിക്കുമെന്നും സംരക്ഷിക്കുമെന്നും നാം പ്രതീക്ഷിക്കുന്നു. ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണ അംഗമാവുക എന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ലോകമെമ്പാടും അഭയാർത്ഥികളായി കഴിയുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ തന്നെ മതി. ഒരു രാഷ്ട്രവും അവർക്ക് പൂർണ്ണ അംഗത്വം നൽകാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അഭയാർത്ഥികളായോ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായോ അവർ മാറുന്നത്. അത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഒരു രാഷ്ട്രവും ഒരു തരത്തിലുള്ള അവകാശവും നൽകുന്നില്ല. അതിനാൽ പൊതുവെ വളരെ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു രാഷ്ട്രത്തിൽ പൂർണ്ണ അംഗത്വം നേടുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടി പോരാടാനും അവർ തയ്യാറാണ്. പശ്ചിമേഷ്യയിലെ പലസ്തീൻ അഭയാർത്ഥികൾ ഇതിന് ഉദാഹരണമാണ്.
ഇപ്പം രാഷ്ട്രം പൗരന്മാർക്ക് ചില അവകാശങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞല്ലോ. ഓരോ രാഷ്ട്രത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഈ അവകാശങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. മിക്ക ജനാധിപത്യ രാഷ്ട്രങ്ങളും പൗരന്മാർക്ക് വോട്ടവകാശം പോലെയുള്ള രാഷ്ട്രീയ അവകാശങ്ങൾ നൽകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനോ മതസ്വാതന്ത്ര്യത്തിനോ ഉള്ള അവകാശം എന്നിവ പോലുള്ള പൗരാവകാശങ്ങളും അവ ഉറപ്പു നൽകുന്നു. ജനാധിപത്യ രാഷ്ട്രങ്ങൾ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളിൽ മിനിമം വേതനത്തിനുള്ള അവകാശവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും തുടങ്ങിയ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമാണ് ആ രാജ്യം നിയമസംരക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ അവകാശങ്ങളൊക്കെ നൽകുന്നത്. We have understood that the citizens are enjoying several kinds of rights: civil rights, political rights, and economic rights. The earliest struggles were against the powerful monarchs. Some of the struggles became very violent also. The French Revolution of 1789 is an example of this. The people of the colonies in Asia and Africa demanded equal citizenship and made struggles for achieving it. These struggles were part of their struggle for independence from colonial rulers. In South Africa, the black people continued their struggle for a very long time against the ruling white minority for getting equal citizenship. This struggle came to an end in 1990 when the black people were given the right to govern the state. The relationship between the state and its members is an important factor of citizenship. But actually, citizenship is something above this relationship. Its real base is the relationship between citizens. പൗരത്വത്തിൻ്റെ അടിസ്ഥാന അവകാശങ്ങളിലൊന്നാണ് അവകാശങ്ങളിലും പദവിയിലുമുള്ള സമത്വം. പൗരന്മാർ നിയമപരവും സാമൂഹികവും സാമ്പത്തികവുമായ അനേകം അവകാശങ്ങൾ അനുഭവിക്കുന്നു. നമുക്കറിയാം അതൊക്കെ. ഈ അവകാശങ്ങൾ ഓരോന്നും അവർ സമരം ചെയ്ത് നേടിയെടുത്തതാണ്. അവരുടെ ആദ്യകാല സമരങ്ങൾ കരുത്തരായ രാജാക്കന്മാർക്കെതിരായിരുന്നു. സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയായിരുന്നവർ പോരാടിയത്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും അത്തരം പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ചിലതൊക്കെ രക്തരൂഷിതമായി തീരുകയും ചെയ്തിട്ടുണ്ട്. 1789 ഫ്രഞ്ച് വിപ്ലവം ഇതിന് ഉദാഹരണമാണ്. അതേപോലെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനികളുടെ ജനങ്ങൾ തുല്യ പൗരത്വം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയിരുന്നു. ഇത് കോളനി വാഴ്ചക്കെതിരെ അവിടങ്ങളിൽ നടന്നിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗവും കൂടിയായിരുന്നു. അതേപോലെ ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ ജനങ്ങൾ തുല്യ പൗരത്വം ലഭിക്കുന്നതിനായി ന്യൂനപക്ഷവും ഭരണവർഗവുമായ വെള്ളക്കാർക്കെതിരെ ദീർഘകാലം പോരാടി. 1990കളിലാണ് ഈ പോരാട്ടം അവസാനിക്കുന്നത്. പൂർണ്ണ അംഗത്വവും തുല്യ അവകാശങ്ങളും കൈവരിക്കുന്നതിനായുള്ള സമരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വനിതാ ദളിത് പ്രസ്ഥാനങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. രാഷ്ട്രങ്ങളും അതിലെ അംഗങ്ങളും തമ്മിലുള്ള ബന്ധം പൗരത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. എങ്കിലും പൗരത്വം ഈ ബന്ധത്തേക്കാൾ ഉപരിയായ ഒന്നാണ്. പൗരനും തമ്മിലുള്ള ബന്ധങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. പൗരന്മാർക്ക് ചില പരസ്പര ചുമതലകളുണ്ട്. ഒപ്പം സമൂഹത്തോടും അവർക്ക് ചില ചുമതലകളുണ്ട്. രാഷ്ട്രം അടിച്ചേൽപ്പിക്കുന്ന നിയമപരമായ ചുമതലകൾ അവർ നിറവേറ്റണം. കൂടാതെ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ പങ്കാളികളാകാനും അതിൻ്റെ ക്ഷേമത്തിനായി സംഭാവനകൾ നൽകാനുമുള്ള ധാർമ്മിക ചുമതലയും പൗരന്മാർക്കുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. രാഷ്ട്രത്തെ പൗരന്മാർക്കാണ് അവിടുത്തെ അവകാശങ്ങളൊക്കെ അനുവദിക്കുന്നത്. ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ്, പൂർണ്ണവും തുല്യവുമായ അംഗത്വം. നമുക്ക് നോക്കാം എന്താണ് പൂർണ്ണവും തുല്യവുമായ അംഗത്വം. It's a common sense that persons who could get into a crowded train or bus see others who are struggling to get into the vehicle as nuisance and try to keep them out. A division developed between outsiders and insiders. The insiders see the outsiders as a threat. Similar process taken place in cities.
regions and even in the nation as a whole. If job opportunities, facilities for education and medical aid and the natural resources like earth and water are limited, demand may arise to restrict the entry of the outsiders. പൂർണ്ണവും തുല്യവുമായ അംഗത്വം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര പോവുകയാണെങ്കിൽ, തിരക്കുള്ള ബസ്സാണെങ്കിൽ പുറത്തുനിന്നുള്ളവരെ ഇനിയും കയറാൻ നിൽക്കുമ്പോൾ അതൊരു ശല്യമായിട്ട് പുറത്തുള്ളവരെ കാണാറുണ്ട് അല്ലേ. അതായത് അകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിൽ താമസിയാതെ ഒരു വേർതിരിവ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ പുറത്തുള്ളവരെ ഒരു ഭീഷണിയായിട്ടാണ് അകത്തുള്ളവർ കാണുന്നത്. ഇതേപോലെയുള്ള പ്രക്രിയകൾ നഗരങ്ങളിലും പല മേഖലകളിലും രാജ്യത്തൊട്ടാകെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ട് വരുന്നത്, അതായത് മറ്റു പ്രദേശങ്ങളിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് വരുന്നവരെ നമ്മളെപ്പോഴും ഒരു ശല്യമായിട്ടാണ് കാണുന്നത്. തൊഴിലവസരങ്ങളെ, വിദ്യാഭ്യാസത്തിനും വൈദ്യസഹായത്തിനുമുള്ള സൗകര്യങ്ങൾ, ഭൂമിയും വെള്ളവും പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ എന്നിവ പരിമിതമാണെങ്കിൽ പുറമേ നിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കണമെന്ന ആവശ്യം ഉയർന്നു വരും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തു നിന്നുള്ളവർ ഇങ്ങോട്ട് കുടിയേറി വരുന്നതിനെ എല്ലാവരും എതിർക്കാറുണ്ട്. ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും മറ്റു ലോകരാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. One of the rights granted to the citizens of our country is freedom of movement. This right is very important for the daily laborers. The laborers will migrate to other places when opportunities become very rare in their own places. Some people may even to outside the country in search of a job. Nurses from Kerala are seen all over the world. However, the local people may sometimes raise protests against the workers from other places doing the work for low wages. They may also demand for reserving certain jobs for those who know local language or for those who belong to that particular locality. Movements against outsiders cannot be justified. We may become irritated if the Indian workers working in other countries are ill-treated by the people of those countries. Many of us believe that the skilled and educated workers have the right to migrate to other countries to get decent and more remunerative jobs. അപ്പോൾ പുറത്തു നിന്നുള്ളവരെ എപ്പോഴും എതിർക്കാറുണ്ട്. അപ്പോൾ തൊഴിലവസരങ്ങൾ, വിദ്യാഭ്യാസത്തിനും വൈദ്യസഹായത്തിനുമുള്ള സൗകര്യങ്ങൾ, അതേപോലെ ഭൂമിയും വെള്ളവും പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ ഇവയൊക്കെ പരിമിതമാകുമ്പോഴാണ് കൂടുതലും പുറമേ നിന്നുള്ളവരുടെ പ്രവേശനത്തെ നിയന്ത്രിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു വരുന്നത്. നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളിലൊന്നാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഈ അവകാശം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വീടിനടുത്ത് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുമ്പോൾ തൊഴിലാളികൾ പണി അന്വേഷിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറും. ചിലർ തൊഴിലന്വേഷിച്ച് രാജ്യത്തിന് പുറത്തു പോയെന്നും വരാം. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദഗ്ധരും അവിദഗ്ധരുമായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിൽ വിപണികൾ വികസിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് IT മേഖലയിൽ തൊഴിലന്വേഷിച്ചുകൊണ്ട് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിലേക്ക് പോകാറുണ്ട്. അതേപോലെ കേരളത്തിൽ നിന്ന് നഴ്സുമാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രദേശത്തെ ജോലികൾ പുറം നാടുകളിൽ നിന്ന് വരുന്നവർ നിസ്സാര വേതനം കൈപ്പറ്റി ചെയ്യുന്നതിനെതിരെ തദ്ദേശവാസികൾക്കിടയിൽ പലപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. ചില ജോലികൾ സംസ്ഥാനത്തുള്ളവർക്കോ തദ്ദേശ ഭാഷ അറിയുന്നവർക്കോ മാത്രമായി നീക്കിവെക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നേക്കാം. രാഷ്ട്രീയ കക്ഷികളൊക്കെ ഈ പ്രശ്നം ഏറ്റെടുക്കാറുണ്ട്. അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങളെ ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. അന്യരാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളോട് അവിടുത്തെ ജനങ്ങൾ മോശമായി പെരുമാറിയാൽ നാമെല്ലാം രോഷാകുലരാകാറുണ്ട്. അപ്പോൾ വിദഗ്ധരും അഭ്യസ്തവിദ്യരുമായ തൊഴിലാളികൾക്ക് ജോലിക്കായി വിദേശങ്ങളിലേക്ക് കുടിയേറാനുള്ള അവകാശമുണ്ടെന്നും നമ്മൾ പലരും കരുതുന്നു.
എന്നാൽ ഒരു പ്രദേശത്ത് തൊഴിലവസരങ്ങൾ കുറവാണെങ്കിൽ അന്യദേശങ്ങളിൽ നിന്നുള്ളവരുടെ മത്സരത്തെ തദ്ദേശവാസികൾ എതിർക്കാറുണ്ട്. അതിൽ പരിഗണിക്കേണ്ടതായുള്ള മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ദരിദ്രരായ കുടിയേറ്റക്കാരോടും വിദഗ്ധരും സമ്പന്നരുമായ കുടിയേറ്റക്കാരോടും നാം ചിലപ്പോൾ വ്യത്യസ്ത സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. വിദഗ്ധരും സമ്പന്നരുമായ കുടിയേറ്റക്കാരെ നാം സ്വാഗതം ചെയ്യുകയും ദരിദ്രരായ കുടിയേറ്റക്കാരെ എതിർക്കുകയും ചെയ്യാറുണ്ട്. There is another important issue is the case of the migrant workers. Sometimes we are adopting different approaches to the poor, unskilled workers and to the skilled, educated and rich migrants. Our approach to migration raises some important questions. Can the movement against outsiders or atrocities against them be justified? Does freedom of movement include the freedom to work or to live in any part of the country? Third one, do poor and unskilled workers have the right, like the skilled workers, to work in any part of the country? These are certain issues involved in the discussion on the full and equal membership of the citizens in a state. It is natural in a democratic society to have conflicts. If all citizens keep in their mind the directive of full and equal membership, it is easy to solve the problem which arise in the society from time to time. Such conflicts should be resolved through conciliations and discussions, not through the use of force. This is the basic principle of democracy and one of the obligations of citizenship. അന്യരോടുള്ള നമ്മുടെ സമീപനം പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതായത് അന്യർക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങളെ, അവർക്കെതിരെയുള്ള അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ കഴിയുമോ? അതേപോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും പോയി ജീവിക്കാനോ പണിയെടുക്കാനോ ഉള്ള അവകാശം ഉൾപ്പെടുന്നില്ലേ? മറ്റൊന്നാണ്, ദരിദ്രരും അവിദഗ്ധരുമായ തൊഴിലാളികൾക്ക് രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും വിദഗ്ധരായ തൊഴിലാളികളെപ്പോലെ തന്നെ പണിയെടുത്ത് ജീവിക്കാനുള്ള അധികാരമില്ലേ? ഇപ്പോൾ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൂർണ്ണവും തുല്യവുമായ അംഗത്വത്തെപ്പറ്റി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഉൾപ്പെടുന്ന ചില പ്രശ്നങ്ങളാണ് ഇത്. ഇപ്പോൾ ജനാധിപത്യ സമൂഹങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എല്ലാ പൗരന്മാർക്കും പൂർണ്ണവും തുല്യവുമായ അംഗത്വമെന്ന മാർഗനിർദ്ദേശക തത്വം മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. അത്തരം തർക്കങ്ങൾ കൂടിയാലോചനയിലൂടെയോ ചർച്ചയിലൂടെയോ ആണ് പരിഹരിക്കേണ്ടത്, ബലപ്രയോഗത്തിലൂടെയല്ല. ഇത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വവും പൗരത്വത്തിൻ്റെ ചുമതലകളിൽ ഒന്നുമാണ്. ഇനി നമുക്ക് പൗരനും ദേശവും, സിറ്റിസൺ ആൻഡ് നേഷൻ എന്താണെന്ന് നോക്കാം. In the modern period, there emerged the concept of nation states. The decline of feudalism paved the way for the emergence of nation states. When feudalism began to decline, the European kings, with the support of the middle class, suppressed the feudal lords and established supremacy over them. The French Revolution in 1789 was really a milestone in the history of nation-states. The French revolutionaries upheld the supremacy of the nation-state and the democratic rights of citizens. The French Revolution put forward the idea that people are the nation and they are the sovereign authority. The nation-states claim that a state is not merely a territorial area. It has a unique culture and common history. The national identity is expressed through symbols like the flag, national anthem, national language, and certain ceremonial practices. People of most of the modern states include different religions, languages,
and cultural traditions, but a common identity exists even among these differences. It is believed that the national identity of a democratic state will provide the people a common political identity. It makes the citizens obedient to the state and helps the citizens to recognize themselves as part of the state. പൗരനും ദേശവും. ദേശരാഷ്ട്രം എന്ന സങ്കല്പം ആധുനിക കാലഘട്ടത്തിലാണ് ഉയർന്നു വന്നത്. ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ് ദേശരാഷ്ട്രങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായത്. ഫ്യൂഡലിസം തകരാൻ തുടങ്ങിയപ്പോൾ യൂറോപ്പിലെ രാജാക്കന്മാർ മധ്യവർഗത്തിൻ്റെ പിന്തുണയോടെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെ അടിച്ചമർത്തുകയും അവരുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. പൊതുവായൊരു ഭാഷയും സംസ്കാരവും ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ ദേശീയ രാജാക്കന്മാരുടെ കീഴിൽ രാഷ്ട്രങ്ങളായി മാറി. 1789 ഫ്രഞ്ച് വിപ്ലവം ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. ദേശരാഷ്ട്രത്തിൻ്റെ പരമാധികാരവും പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളും ഫ്രഞ്ച് വിപ്ലവകാരികൾ ഉയർത്തിപ്പിടിച്ചു. ജനങ്ങളാണ് രാഷ്ട്രമെന്നും അവരാണ് പരമാധികാര ശക്തിയെന്നുമുള്ള ആശയങ്ങൾ മുന്നോട്ട് വച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. രാഷ്ട്രം എന്നത് കേവലം ഒരു പ്രദേശമല്ലെന്ന് ദേശരാഷ്ട്രങ്ങൾ അവകാശപ്പെടുന്നു. അനന്യമായൊരു സംസ്കാരവും പൊതുവായൊരു ചരിത്രവും അതിന് ഉണ്ട്. ദേശീയ ഐഡൻറ്റിറ്റി, ദേശീയ സ്വത്വം പ്രകടിപ്പിക്കുന്നത് പതാക, ദേശീയ ഗാനം, ദേശീയ ഭാഷ, ചില ആചാരാനുഷ്ഠാനങ്ങൾ എന്നീ ചിഹ്നങ്ങളിലൂടെയാണ്. മിക്ക ആധുനിക രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ വ്യത്യസ്ത മതങ്ങളിലും ഭാഷകളിലും സാംസ്കാരിക പാരമ്പര്യങ്ങളിലും ഉൾപ്പെടുന്നവരാണ്. ഈ വ്യത്യാസങ്ങൾക്കിടയിലും പൊതുവായൊരു ദേശീയ ഐഡൻറ്റിറ്റി രാഷ്ട്രങ്ങളിൽ നിലനിൽക്കും. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ദേശീയ ഐഡൻറ്റിറ്റി, ദേശീയ സ്വത്വം രാഷ്ട്രത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുവായൊരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റി പ്രദാനം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു.